അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇന്ന് ഡോക്യുമെൻ്റ് കയ്യിലുണ്ടാകണമെന്ന്. ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഇന്ന് വെളുപ്പിൽ എഴുന്നേറ്റപ്പോൾ കർത്താവ് പറഞ്ഞാൽ നിൻ്റെ ഒരു പ്രാർത്ഥന ഡോക്യുമെൻ്റ് വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. കർത്താവ് നമുക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണത്. എന്നെ അച്ഛൻ കാണാൻ വരുന്നവരും ഡോക്യുമെൻറ്റും കൊണ്ടല്ലേ വരണത്. എൻ്റെ മക്കൾ ഡോക്യുമെൻ്റ് എല്ലാം കയ്യിലെടുക്കുക. അവിടെ എല്ലാം വിശുദ്ധമായ രക്തം, കർത്താവിൻ്റെ ആത്മീയ രക്തം തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുമേലുള്ള തടസ്സങ്ങളില്ലേ, അത് കൈമാറുന്ന വ്യക്തിയിൽ തടസ്സങ്ങളുണ്ടാകാം, നമുക്ക് കൈമാറാൻ വേണ്ടിയുള്ള തടസ്സങ്ങളുണ്ടാകാം, സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകാം, ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാകാം. വാട്ട് എവർ മേ ബി ദ ഹിൻഡറൻസ്, അതിന്മേലെല്ലാം കർത്താവിൻ്റെ അധികാരം പ്രവർത്തിക്കാൻ പോകുന്ന അമകന്യാസിമാരെ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്,
നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അവരിന്ന് കടന്നു പോകുന്ന വ്യക്തികളുടെ കൂടെ, എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നിങ്ങൾ നടന്നു പോയതുപോലെ കർത്താവ് ഈ മക്കളുടെ കൂടെ നടന്നു പോകാൻ ഞാൻ ഈ കുഞ്ഞുങ്ങളെ, ഈ മക്കളെ നിന്നെ ഏൽപ്പിക്കുന്നു. കർത്താവെ, സമാധാനമില്ലാത്ത കുടുംബങ്ങളെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ഈശോയെ. വിശ്വാസമില്ലാത്ത മക്കൾ, പ്രാർത്ഥിക്കാത്ത മക്കൾ, പ്രാർത്ഥന കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. ഈശോ അവരെ അങ്ങ് സന്ദർശിക്കണേ, അടയാളം നൽകണേ കർത്താവേ. Lord Jesus Christ, pour out His Spirit, touch with a fire finger, suck with the precious blood, authority of the Catholic Church, power of Jesus Christ, merit to some holy priesthood. I bless and hallow your documents and you yourself. Thank you. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിലെ ധ്യാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്ന് പിന്നീട് ധ്യാനയാത്ര നടത്തിയത് റോമിലേക്കാണ്. റോമയിലെ നമ്മുടെ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസാണ്, 1.6 കിലോമീറ്റേഴ്സ്. അവിടെ സാൻ ജിയോവാനി ബാപ്റ്റിസ്റ്റ എന്നും പറഞ്ഞൊരു വലിയ ബസിലിക്കയുണ്ട്. അവിടെയാണ് ഈ ഉടമ്പടി ധ്യാനം നടത്തിയത്. ഫ്രാൻസിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് റോമാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ഫ്രാൻസിൽ നമ്മൾ അവിടെ താമസിച്ച് ധ്യാനിക്കുകയല്ലേ 6 ദിവസം, അപ്പോൾ അതിന് ആൾ കുറവായിരുന്നു. റോമിൽ 1 ഡേ റിട്രീറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ 1000-ലധികം ആൾക്കാരാണ്. എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആ ബാപ്റ്റിസ്റ്റ് ദേവാലയം നിറഞ്ഞ് കവിഞ്ഞ്. ഞാനെല്ലാവരെയും കണ്ട്, ശരിക്കും ഈ 1000 പേരെയും കണ്ടിട്ടാണ് പോകുന്നത്, കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഉടമ്പടി ധ്യാനം നടത്തി. അതെല്ലാം മാതാവ് കറക്റ്റ്, ഈ മാതാവ് കൃപാശ്രമം അമ്മ ടൈമിൻ്റെ ആളല്ല, സമയത്തിൻ്റെ കൃത്യം 5:30 ധ്യാനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാവരെയും കണ്ട്. അപ്പോൾ എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ധ്യാനം അവിടെ സംഘടിപ്പിക്കുന്ന എന്നെ സഹായിച്ചത് അവിടുത്തെ കൃപാസനം ഗ്രൂപ്പുകളാണ്. റോമിൽ 2 സൂപ്പർ കൃപാസനം ഗ്രൂപ്പുകളുണ്ട്, 10ഉം 100 അംഗങ്ങളുള്ള. അവരെല്ലാ ദിവസവും രാത്രി മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. നമ്മുടെ കൃപാസനത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസിസ്റ്റൻ്റ് അച്ഛൻ ക്ലിൻ്റൺ അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനെ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോൾ സണ്ണി അച്ഛനുണ്ട്. പോൾ സണ്ണനാണ് ഇതിൻ്റെ ഓർഗനൈസറായിരുന്നത്. അവരെല്ലാം ഞാൻ ഇപ്പോൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പള്ളിയുടെ വികാരി പോൾ സണ്ണി അച്ഛനാണ്. ചെറിയച്ഛനുണ്ട്. പിന്നെ നമ്മുടെ ഇടവകയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആത്മബന്ധത്തിലുള്ള സോണി പനക്കരച്ചൻ. ഇവർ എല്ലാവരും ധ്യാനത്തിൽ എന്നെ സഹായിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് തൊട്ട് റോം വരെ പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മൾ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നും ഇതായിരുന്നു. സ്പിരിച്വാലിറ്റിയിൽ, ആധ്യാത്മികയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തെ വളരണമെങ്കിൽ നമുക്ക് ജെന്യുവിനിറ്റിയാണ് ഫസ്റ്റ്. ജെന്യുവിനിറ്റിക്ക് പല മലയാളമുണ്ട്. കലർപ്പില്ലാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ, എന്താണ് ഇതാ ഒരു കലർപ്പില്ലാത്ത ഇസ്രയേലിയൻ. അത് തന്നെ സാധനം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടിട്ട് ഈശോ പറഞ്ഞു, ദിസ് ഈസ് എ ജെനുവിൻ ഇസ്രായേൽസ്, ഇൻ ഹിം ദെയർ ഈസ് നോ ഹിപ്പോക്രസി. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ ബൈബിൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആത്മീയ വളർച്ചയുടെ മർമ്മമാണ് ജെനുവിറ്റി എന്ന് പറയുന്നത്. ബൈബിൾ മുഴുവൻ നോക്കിയാൽ ഈശോ ആദ്യം പറഞ്ഞത് എന്താണ്? ഫസ്റ്റ്. ഇപ്പം ഉടമ്പടി എന്ന് പറയണത് എന്താ? ശരിക്കും പറഞ്ഞാൽ കൃപാസനം നടക്കുന്ന മരിയൻ ഉടമ്പടി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം അവൻ പറഞ്ഞത് എന്താണ്? ആദ്യം പറഞ്ഞത് എന്താ? അവൻ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് ആദ്യം പറഞ്ഞതല്ല, അവൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. മർക്കോസ് 1:15
അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിച്ച് സുവിശേഷം. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇറ്റ് ഈസ് ഹിസ് പ്രയോറിറ്റി. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രയോറിറ്റി എന്താണ്? അനുതാപമാണ്. ഉടമ്പടിയുടെയും പ്രയോറിറ്റി എന്താ? അനുതാപമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുതാപത്തിൻ്റെ മേഖലകളെ പിന്നെ അനാവരണം ചെയ്യണതായിരുന്നു ഈശോയുടെ സുവിശേഷം. ഈശോയുടെ സുവിശേഷ യാത്രയുടെ സംഭവം എന്താണ്? അവൻ ആദ്യം പറഞ്ഞ് അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ മർക്കോസിൻ്റെ 1:15 പ്രായോഗിക ആപ്ലിക്കേഷൻ ലെവലാണ് പിന്നീട് അനുതപിക്കുക, എന്തെല്ലാം കാര്യത്തിൽ അനുതപിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് അനുതപിക്കേണ്ട ഒരു മേഖലയിലേക്കാണ് പിന്നീട് അവൻ വരണത്. എന്താണ്? മൂന്നാമത്തെ വ്യക്തിയായിട്ട്, ആദ്യത്തെ വ്യക്തിയായിട്ട് കാണുന്നത് ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ വ്യക്തി ആരാണ്? ഈശോ യോഹന്നാൻ പരിചയപ്പെടുത്തുന്ന വ്യക്തി ജോൺ ദി ബാപ്റ്റിസ്റ്റ്. രണ്ടാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ ശ്ലീഹ വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ പേഴ്സൺ ബ്ലെസ്ഡ് വെർജിൻ മേരി, മദറാണ്, അമ്മയാണ്. മൂന്നാമത് പരിചയപ്പെടുന്ന വ്യക്തിയാണ് നാഥാനിയേൽ. നാഥാനിയേലിലേക്ക് വരുമ്പോൾ തൊട്ട് അനുതാപത്തിൻ്റെ ക്ലാസ്സുകൾ ഈശോ ആരംഭിക്കാൻ തുടങ്ങും. എന്താണ്? നാഥാനിയേൽ, ഇതാ ഹിയർ കംസ് എ ജെന്യുവിൻ ഇസ്രായേൽസ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. എന്താണ്? ഇവൻ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്, ഇവന് കാപട്യം ഇല്ല. അപ്പം ആധ്യാത്മിക മർമ്മം എന്ന് പറയണത് നമ്മൾ എന്തുമാത്രം നമ്മളുടെ കാപട്യങ്ങളെ, ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയണത് നമ്മളുടെ കാപട്യങ്ങൾ, അതായത് ദൈവ തിരുസന്നിധി. ഞാൻ എന്നോട് ചോദിച്ച ക്ലിൻറ്റനോട് പറഞ്ഞേ, എന്നുവെച്ചാൽ ഇതിൻ്റെ വരുന്നൊരു വിഷയം, നമ്മൾ ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ, അത് ഞങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്നതാണ്. കൃപ ഒരു മനുഷ്യൻ്റെ നേച്ചറിലാണ് വർക്കൗട്ട് ചെയ്ത് വളർന്നു വരണത്. ഈ നേച്ചറിനെ നമ്മൾ കൃപ സ്വീകരിക്കാൻ വേണ്ടി പരുവപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവ് പ്രോബ്ലംസ് നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. ഗോഡ് ഹിംസെൽഫ് മേ ക്രിയേറ്റ് പ്രോബ്ലം ടു എൻഗ്രേസ് അസ്. അത് നമ്മൾ ഞാൻ ഒത്തിരി പേര് കാണുന്നത്, എന്നിലും കണ്ടിട്ടുള്ള ഒരു സത്യമാണത്. പ്രോബ്ലം തന്നിട്ട് നമുക്ക് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ് നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ? ഞാൻ അതിൻ്റെ മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ ഇതുപോലെ യൂട്യൂബ് എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ കാണുന്നതല്ല, ഞാൻ കാണുന്ന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. വാട്ട് ഇസ് ഹാപ്പനിങ് ദേർ എന്ന് നോക്കും. ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ഡയബോളിക് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആരാണത്? അത് ഒരു വ്യക്തി, അവരുടെ പേര് ഗംഗ എന്നാണ്. അപ്പം ഗംഗയിൽ തന്നെ വേറൊരു വ്യക്തിയുണ്ട്. ആരാണത്? നാഗവല്ലി. അപ്പം അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ഈ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു. എന്നിട്ട് അവിടുത്തെ മനഃശാസ്ത്രത്തിൻ്റെ പരിപാടി എന്താ? ഗംഗ തന്നെയാണ് നാഗവല്ലി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നാഗവല്ലി ആക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാർ ഭ്രാന്തിയായിട്ട് ആപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഗംഗയെ സംരക്ഷിക്കുന്നുണ്ട് അല്ല, അത് നമ്മൾ ഇതിൻ്റെ അത് കാണുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നിട്ട് ഈ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ കൂടി പോട്ടെ എന്ന് ഈ ഗംഗ ചോദിക്കും. അപ്പോൾ ഈ നകുലം പറയും, നീ പോകണ്ട എന്ന്. ഗംഗ പോകണ്ട എന്ന് പറയും. പിന്നെ പോകാൻ നേരം ആകുമ്പോൾ പിന്നീട് ചോദിക്കും, അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ, പോകാമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പം പിന്നെ എന്താ ഇപ്പം എന്താ ഇങ്ങനെ? ഗംഗ പോകണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അല്ലിക്ക് ആഭരണമെടുക്കാൻ ഞാൻ പോകണ്ടേ? എന്നെ വിടമാട്ടെ? ഇല്ല, ഗംഗ പോകണ്ട.
വിട്ടമാട്ടേൻ എന്ന് അപ്പോൾ ഇവരുടെ ഭാവങ്ങൾ മാറിയിട്ട് നാഗവല്ലി പുറത്ത് വരും. അപ്പോൾ എന്നിട്ട് ഈ നാഗവല്ലി അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരവരുടെ രീതിയിൽ. സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഉള്ളിലല്ല. അതുകൊണ്ടാണ് ഈ നെയ്യാൾ വരുമ്പോൾ ഉടനെ പറയണത് ഇവനിൽ നാഗവല്ലി ഇല്ലെന്ന് പറയും. ആരാണ്? നാദാനിയൽ വരുമ്പോൾ ഇവനിൽ നാഗവല്ലി ഇല്ല, ഇവനിൽ വേറൊരു കഥാപാത്രം ഇല്ല, ഇവൻ മാത്രമേ ഉള്ളൂ. ഇവനെ വർക്ക് ചെയ്യാൻ എളുപ്പമാണ് ദൈവത്തിന്. അസ്പേർ മർമ്മം അതാ. പക്ഷേ എന്നിട്ട് പറയും വേറൊരാളുണ്ടായിരുന്നു, അയാൾ എത്ര വലിയ ഉന്നതനാണെന്ന് പറഞ്ഞാലും അയാളിൽ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ട്, യാക്കോബ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണത്. യാക്കോബ് അയാൾക്ക് 2 പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയും. ഈ 2 പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ ഈ ലൂർദ് തൊട്ട് ഹുറോം വരെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതും ഈശോ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നതുമെല്ലാം ധ്യാനിപ്പിക്കുമ്പോൾ നിൻ്റെതായാലും മറ്റുള്ളവരായാലും ഈ ഡബിൾ പേഴ്സണാലിറ്റിയെ ട്രീറ്റ് ചെയ്യണമെന്ന് വചനം. അതിനെ അഡ്രസ്സ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു അതർ മാനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടി വരും. അപ്പോസ്തലന്മാരിലും ഉണ്ട് ഇതുപോലെയുള്ള ഒരു പ്രശ്നങ്ങൾ, അപ്പോസ്തലന്മാരിലും ഉണ്ട്. അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യേണ്ടത് അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അല്ലാതെ എവിടെയെങ്കിലും പോയി കുറച്ച് ധ്യാനങ്ങൾ കൂടിയിട്ട് അത് തെറ്റാണ് ഇത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുതാപം ഉണ്ടാക്കി തൽക്കാലം കുമ്പസാരിച്ചിട്ട് ഒരു അഭിഷേകം മേടിച്ചിട്ട് അവിടുന്ന് പിരിയുക, അങ്ങനെയുള്ള ഒരു മിനിമം പ്രോഗ്രാം ഒന്നും ആധ്യാത്മികതയിലില്ല. യു ക്യാൻ ഡു ഇറ്റ്, വി കനോട്ട് ബട്ട് ഡു ഇറ്റ്. അങ്ങനെ തന്നെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെ പൂർണ്ണമല്ലെന്ന് എപ്പോഴും ഓർക്കണം. കാര്യം എന്താണ്? എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഹസ്ബൻഡ് പ്രകാശ്. ഞങ്ങൾ മംഗലാപുരത്തിനടുത്ത് നാരാവി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ആൻ്റണി ചർച്ച് നാരാവി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2024 ഡിസംബർ 27 വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഞാൻ ഒരിക്കൽ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ചെറിയൊരു ടോക്ക് കണ്ടു. അതിനു മുമ്പാണെങ്കിൽ ഞാനിത് കാണാറുണ്ടെങ്കിലും ഒരിക്കലും എനിക്കിവിടെ എത്താൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത് വളരെ വലിയ ദൂരമാണ്. പക്ഷേ എനിക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് തന്നെ ഇവിടെ വന്നെത്താൻ പറ്റുമോ, സ്ഥലം അറിയില്ല. അതുകൊണ്ട് എനിക്കിവിടെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഞാൻ പിന്നെയും പുറകോട്ട് നിന്നു. ഒരിക്കൽ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ഒരു ചെറിയ ടോക്ക് പെട്ടെന്ന് കയറി വന്നു. അതിൻ്റെ അകത്ത് ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നവുമായിട്ട് ഒരപ്പച്ചൻ വന്നു. അച്ഛൻ ആ പത്രിക എടുത്തുകൊണ്ടുപോയി അമ്മയുടെ അടുത്തുകൊണ്ടുപോയി പറഞ്ഞു, അമ്മയുടെ മണ്ണിൽ കാൽ ചവിട്ടിയിരിക്കുന്നു, അമ്മ ഈ കാര്യം അവർക്ക് സാധിച്ചു കൊടുക്കണമെന്ന്. ഞാൻ വളരെയേറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. 13 വർഷമായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലം ചുമ്മാതെ കിടക്കുവാണ്. അത് വിൽക്കാനും പറ്റത്തില്ല, ഒരു കൃഷി ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങളുടെ അയൽവക്കത്തുള്ള വീട്ടുകാർ ഞങ്ങൾക്ക് വഴി തരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരോട് വഴക്കുണ്ടാക്കാനോ ബഹളത്തിനോ ഒന്നും പോകില്ല. പ്രാർത്ഥന മാത്രമായിരുന്നു എൻ്റെ അഭയം. അങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ കൃപാസനത്തിൽ എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ ടോക്ക് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണം തോന്നി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ 2 പേരെയും വിളിച്ചു പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം. അവർക്ക് അന്നേരം വരാനുള്ള സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കും സാഹചര്യമില്ലായിരുന്നു. പക്ഷേ എനിക്കിവിടെ വന്നേ പറ്റൂ എന്നെൻ്റെ മനസ്സെന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മൂത്ത കൊച്ചിനെയും കൂട്ടി ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാണെങ്കിലും എനിക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ആദ്യം എനിക്കിവിടെ വന്ന് കുറേ സമയം ഇവിടെ ഇരുന്ന് ഞാൻ അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു. എനിക്കറിയില്ല, എനിക്ക് പ്രാർത്ഥനയൊന്നും വരുന്നില്ല, കരച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. കുറേ സമയം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പം അമ്മ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എനിക്കൊരു ശക്തി കിട്ടിയ പോലെ എനിക്ക് തോന്നി. ഞാൻ എന്നിട്ട് ഉടമ്പടി മേലെ പോയി ക്ലാസ്സെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിനൊരു ശാന്തത കിട്ടി. മനസ്സ് ഒരുമാതിരി എനിക്ക് സമാധാനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പാകപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇവിടെ വന്നിട്ട് എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ ആദ്യം അച്ഛനെ കാണണമെന്നൊരു ചിന്ത. അച്ഛനെ കാണണം, ആദ്യമായിട്ട് വരുന്ന ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ചേച്ചി പറഞ്ഞു, ആദ്യം അമ്മയോട് പറ, അമ്മ കാര്യം നടത്തി തരട്ടെ. പെട്ടെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നു, ഞാൻ എന്ത് പണിയാണ് കാണിച്ച്, ഞാൻ അച്ഛനെ കാണാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി അമ്മയോട് പറയുന്നതിന് പകരം ഞാൻ അച്ഛനെ കാണണമെന്നൊരു ചിന്തയിലേക്ക് എന്തുകൊണ്ട് പോയി എന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിനോട് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ 3 മാസം ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കി പോയി. ഞാൻ ഉടമ്പടിയിൽ ആശ്രയിച്ചു. ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ 15 ദിവസം മുൻപ് തന്നെ ഞാൻ ഉടമ്പടിക്ക് വേണ്ടി ഒരുങ്ങി.
ഞാൻ രാവിലെ 5:15 എഴുന്നേക്കും. ഞാൻ 5:30 കറക്റ്റ് ആ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ കണ്ടുകൊണ്ട് ഞാൻ അതിന് 6 മാസം മുമ്പ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാതെ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ. പക്ഷേ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ് 15 ദിവസം മുമ്പ് ഞാൻ കറക്റ്റായിട്ട് 5:30 എഴുന്നേറ്റ് ആ പ്രാർത്ഥന ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരുങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് പോയി. എനിക്കറിയാം അമ്മ എൻ്റെ കൂടെയുണ്ട്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ വഴി തരാത്ത അവരുടെ വീട്ടിൽ പോകുവാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ബൈബിൾ ഭാഗം തുറന്നു പ്രാർത്ഥിച്ചു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യം. അതിൻ്റെ അകത്ത് പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ ഗർഭത്തിൽ വഹിച്ചുകൊണ്ട് യോസേപ്പ് പിതാവിനോടുകൂടെ പോകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൂടെ അമ്മയുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു. ഞാൻ ഈ വിശുദ്ധ തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ നെറ്റിയിൽ പൂശി, വിശുദ്ധ ഉപ്പ് എൻ്റെ കൈകളിലെടുത്തു, ഉടമ്പടിക്കൊന്ത എൻ്റെ ഉടമ്പടിയുടെ കാശുരൂപം എൻ്റെ കൈകളിൽ ഞാൻ മുറുക്കെ പിടിച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ ഒരിക്കലും ഞങ്ങൾക്ക് ആ വഴി തരില്ല, ഞങ്ങളെ ആ സ്ഥലം വിൽക്കാൻ അനുവദിക്കുന്ന മനുഷ്യരല്ല. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. ഞാൻ കുറച്ച് ഉപ്പ് എൻ്റെ കയ്യിലെടുത്ത്, വിശുദ്ധ ഉപ്പ് എൻ്റെ കയ്യിലെടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അവരോട് സംസാരിക്കുന്നതിന് മുമ്പ്, അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ വാതിൽക്കൽ ഞാൻ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ കയറി ചെന്നു. അവരോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ പ്രശ്നങ്ങളുണ്ടല്ലോ, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നോട് ക്ഷമിക്കുക, ഞങ്ങൾക്കിത് വിൽക്കുക അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം ഒന്നെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു പറ്റത്തില്ല, ഈ ഒരു ചെറിയ വില തന്നാൽ ഞങ്ങൾക്കിങ്ങ് തരാമെന്ന് പറഞ്ഞു. അത് അത്രയും വിലയൊന്നുമല്ല, ഒരു വഴിയുണ്ടെങ്കിൽ നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളും പാവങ്ങളാണ്, ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ താമസിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കില്ലെന്ന്. അമ്മയുടെ ഒരു രൂപം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഉടമ്പടിയുടെ കാശ് രൂപം മുറുക്കെ പിടിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിത് നടക്കില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ കണ്ണുകളിൽ കൂടെ വെള്ളം വന്നു. അപ്പോഴത്തേക്കും അവർ ഓടി വന്നിട്ട് എന്തു പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോഴത്തേക്കും അവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ എടുത്തോളാം സ്ഥലം. എനിക്ക് അറിയത്തില്ല ആ ശക്തി എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്യുവാണ്. കാരണം അമ്മ ഇല്ലെങ്കിൽ ഒരിക്കലും അവർ സമ്മതിക്കുന്ന ഒരു മനുഷ്യരല്ല. അവരൊരിക്കലും ഒരു കാര്യത്തിലും മറ്റുള്ളവരോട് സമ്മതിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാം അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു. എടുത്തോളാമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് സന്തോഷത്തോടെ പോയി. കുറച്ച് നാൾ കഴിഞ്ഞു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാക്കിയോളാൻ പറഞ്ഞു. ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയായി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയാണ്, ഞങ്ങൾ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് കൂടെ ഞങ്ങൾ വലിയ റോഡ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും അവരോട് തടസ്സവും പറഞ്ഞിട്ടില്ല. അവർ ഞങ്ങളുടെ വീടിൻ്റെ താഴെക്കൂടെയുള്ള വഴി കൂടിയാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളോട് പിന്നെ പോകണ്ടെന്ന് പറഞ്ഞെങ്കിലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന മൂത്ത ചേട്ടനാണ്. ആ ചേട്ടൻ ഒരു വാക്ക് പറയണം, ഞങ്ങൾക്ക് വഴിക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ആ വ്യക്തി കുമ്പസാരിക്കത്തില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല, പള്ളിയിൽ പോകത്തില്ല. അപ്പോൾ ഞാൻ ആ വാക്ക് കേട്ട ഉടനെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി, അവരെയും കൂട്ടിക്കൊണ്ട് പോയി. അപ്പോൾ അത് അവിടുന്ന് മുടങ്ങിപ്പോയി. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവികമായ സാന്നിധ്യമില്ലാത്ത ഒരു ഭവനം, ദൈവികമായ പ്രാർത്ഥനകളോ വിശുദ്ധ കുമ്പസാരമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയോട് ഒരിക്കലും ഞാൻ പോയി ചോദിക്കരുതായിരുന്നു. ഞാൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത കാര്യം ഞാൻ അമ്മയോട് മാത്രം പ്രാർത്ഥിക്കണമായിരുന്നു. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ്, നമ്മുടെ കഴിവ് പൂർണ്ണമായിട്ടും ഇല്ലെന്നാകുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുക എന്നെപ്പോഴും അച്ഛൻ പറയും. അപ്പം ഞാനിത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദത്തിലായി. നടക്കുമെന്നൊരു കാര്യം, ഇപ്പം നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യം അതുപോലെ മുടങ്ങിപ്പോയി. ഞാൻ അമ്മയോട് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് അത് ഇത്രയും സമയം നടന്നത് പെട്ടെന്ന് മുടങ്ങിപ്പോയി, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് കുറേ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു, കൊന്ത ചൊല്ലി. പിന്നീടാണ് എനിക്ക് അമ്മ എന്നോട് പറഞ്ഞത്, നീ എന്നെ ഏൽപ്പിച്ച കാര്യം നീ എന്തിനാണ് അവരുടെ അനുവാദത്തിന് വേണ്ടി അവരുടെ വീട്ടിൽ പോയത്? ഞാൻ ഒരിക്കലും പോകരുതായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്തു പോയി. ഞാൻ അമ്മയോട് പറഞ്ഞു ഇവിടുന്ന്, അമ്മേ ഇനി ഞാൻ വരുന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് 3 മന്ത്സ് കഴിഞ്ഞ് ഇതിനൊരു അനക്കം ഉണ്ടായില്ല. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. 3 മന്ത്സ് ഇവിടെ ആദ്യത്തെ പ്രാവശ്യം റിന്യൂവലിന് വന്നപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കാണാൻ എനിക്ക് പറ്റി. അച്ഛനോട് പറയാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ കാശിരവും വെഞ്ചിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് ആ സ്ഥലത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയി കുഴിച്ചിടുക. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. സ്ഥലത്തിൻ്റെ 4 മൂലയ്ക്കും വിശുദ്ധ ഉപ്പ് ഞാൻ വിതറി.
അമ്മേലെ വിശുദ്ധ തൈലം നെറ്റിയെ കുരിശ് വരച്ചിട്ടാണ് ഞാൻ വന്നത്. അമ്മേലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റിന്യൂവൽ ചെയ്യാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ റിന്യൂവൽ ചെയ്യാൻ ഞാൻ മേലെ കയറി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ പറയുക, നിങ്ങൾ 2-3 പ്രാവശ്യം റിന്യൂവൽ ചെയ്തിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ഒരു അനക്കവും ഇല്ലെങ്കിൽ പട്ടിക്കാട്ടത്തിൻ്റെ വിലയാണ് അമ്മ നിങ്ങൾക്ക് തരുന്നതെന്ന്. അത് കേട്ടതും എൻ്റെ ചങ്കിൽ കൂടെ ഒരു കത്തി കുത്തി ഇറങ്ങുന്ന ഒരവസ്ഥയായിപ്പോയി. മാതാവേ, എനിക്ക് അത്ര പോലും ഒരു വിലയില്ലേ? ഞാൻ അമ്മയെ എപ്പോഴും അമ്മയെ മാത്രം ഓർത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അത്രമാത്രം ഒരു വില പോലും ഇല്ല അമ്മേ. എൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി, എൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നതിലുപരി എനിക്ക് അമ്മയുടെ സാന്നിധ്യമായി അന്നേരം ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ അവിടുന്ന് ആ ഒരു മനസ്സിലും എനിക്ക് അവിടുന്ന് കരയണം തോന്നി. പക്ഷേ ഒത്തിരി ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ കരഞ്ഞില്ല. ചങ്കിലെല്ലാം കടിച്ചമർത്തി ഞാൻ അവിടുന്ന് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഒരു സുഗന്ധം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ച് ഞാൻ, നിങ്ങൾക്ക് സ്മെല്ല് വരുന്നുണ്ട്? അവർക്ക് ആർക്കും ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെയുണ്ട്, നീ വിഷമിക്കണ്ട എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച് ഞാൻ ആ മൂലയ്ക്ക് ഒരു കസേരയിൽ വന്നിരുന്ന് ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുവാണ്. അമ്മേനെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അമ്മ എനിക്കൊരു 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ അടുത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എന്നോട് പറയുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മേ ഇനി ഞാൻ വരുമ്പോൾ, ഞാൻ അവിടുന്ന് റിന്യൂവൽ ചെയ്യാൻ വരുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചിട്ടാണ് വന്നേ. ഞാൻ ഇവിടെ വരുമ്പം എന്നോട് ഞങ്ങൾക്ക് വഴി തരാത്ത വീട്ടുകാർ എന്നെ വിളിച്ച് അവർ തന്നെ ആ സ്ഥലം എടുത്തോളാം എന്ന് പറയണമെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് 11 ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു മിസ് കോൾ കിടക്കുന്നു. ആ മിസ് കോൾ ഞാൻ അങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത ഒരു നമ്പറാണ്, ആരുടെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറില്ല. പക്ഷേ വിളിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പം, നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, എനിക്ക് തന്നാൽ മതി. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൃപാസനത്തിലാണ്, പ്രാർത്ഥിക്കാൻ വന്നതാണ്. നിങ്ങളിവിടെ വന്നു കഴിയുമ്പോഴേ എന്നോട് വിളിക്കുക, എന്നിട്ട് ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, നിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെട്ട് കഴിഞ്ഞു, ഇനി നിനക്ക് എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്കിത് നടന്നില്ലെങ്കിൽ അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. കാര്യങ്ങൾ നടക്കുന്നതിലുപരി ദൈവിക സാന്നിധ്യം, പരിശുദ്ധ അമ്മ ഈശോയും കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യം നമുക്ക് നേടാൻ കഴിയും. എനിക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന വചനം, ഞാനതെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ്. അമ്മ എൻ്റെ കാര്യത്തിൽ മുമ്പേ പോയി എൻ്റെ വിഷയത്തിൽ ഇടപെട്ട് അമ്മ അത് എല്ലാം ശരിയാക്കി തന്നു. ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വീട്ടിൽ അവർ വന്നു, നിങ്ങളുടെ സ്ഥലം ഞാൻ എടുത്തോളാം. അപ്പം ഈ 11 എന്ന് പറഞ്ഞ ഡേറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ സ്ഥലം പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നു. രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8-ാം തീയതി നിശ്ചയിക്കുന്നു. 8-ാം തീയതി രജിസ്ട്രേഷൻ വെച്ചു. അവർ 2-3 ദിവസം മുമ്പേ വിളിച്ചു പറയുന്നു, 8-ാം തീയതി നടക്കില്ല, 11-ാം തീയതിയാണ്. അപ്പോഴാണ് എനിക്കൊരു ഷോക്ക് അടിച്ച പോലെ എൻ്റെ ശരീരത്തിൽ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, എനിക്കറിയാവുന്നവരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു, അമ്മയാണ് എനിക്കിത് നടത്തി തരുന്നത് എന്ന് 100% നൽകുന്ന സാക്ഷ്യമാണിത്. അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ഈ വിഷയത്തിന് ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിൻ്റെ തിരുസന്നിധിയിൽ വന്നേക്കാമെന്ന്. അതിനുശേഷം 2-ാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടുന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഞാൻ പോകുമ്പോൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ എന്തോ ഒരു വെളുത്ത് വരുന്ന ഒരു പാണ്ട് പോലെ ഈ വലത്ത് കയ്യിൽ ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ കൃപാസനത്തിൽ വന്നതാണ്, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ല, എനിക്കിത് അമ്മ മാറ്റിത്തരണം, ഇത് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അടയാളമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കും. അമ്മ എനിക്കിത് മാറ്റിത്തരണം. ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ആ പാണ്ടിൽ ഇങ്ങനെ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉപ്പെടുത്ത് ഞാൻ വെള്ളത്തിൽ അലിച്ച് കുടിക്കുമായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നോട് എൻ്റെ മക്കൾ പറഞ്ഞു, മമ്മി ഹോസ്പിറ്റലിൽ പോ, കാരണം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് ശരീരത്തിൽ മൊത്തം വല്ലതും വന്നാലോ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൃപാസനത്തിൽ പോയതാ, എനിക്കിത് അമ്മ മാറ്റിത്തരണം, ഇതെനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യമാണ്. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈ 1 മാസം കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് മനസ്സിലായില്ല ഇത് പോയത്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈകളിലെ പാടുകളൊന്നുമില്ല. എൻ്റെ കൈ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു, ഒരു പാണ്ട് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു.
ഈ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് നിത്യരക്ഷയ്ക്കുള്ള ഒരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും ഉടമ്പടി എടുത്തത് കൊണ്ട് കാര്യമില്ല. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% നമ്മൾ ചെയ്താൽ അമ്മയും ഈശോയും നേരിട്ട് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുമെന്നുള്ള തെളിവാണ് ഞാൻ ഇന്ന് 100% അതിന് സാക്ഷി നൽകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഒത്തിരിയേറെ ആധ്യാത്മിക ജീവിതത്തിൽ വളരാൻ പറ്റി. ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പക്ഷേ നമ്മൾ വൈകുന്നേരം കുരിശ് വരയ്ക്കുമ്പോൾ ഒരു കൊന്തയൊക്കെ ചെല്ലും. പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും പോരാ. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കൊന്ത ചെല്ലും. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരത്തെ ട്രെയിനിൽ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ കയ്യിൽ കൊന്തയാണ്. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും. എൻ്റെ കുറച്ച് അപ്പുറത്തൊരു സിസ്റ്റർ ഇരിപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ ആ സിസ്റ്ററും കൊന്ത ചൊല്ലുന്നു. അതിൻ്റെ അകത്ത് ഇരിക്കുന്നവർ വേറെ ആരും ക്രിസ്ത്യാനികളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് എന്ന വചനം എൻ്റെ മനസ്സിൽ അന്നേരം ഓർമ്മ വന്നു. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ദൈവത്തെ കൊടുക്കാൻ പറ്റുന്ന ഓരോ നിമിഷവും ഞാൻ അത് ചെയ്യും. ഞാൻ ഇവിടെ ഒക്ടോബർ 1 തീയതിയാണ് ഞാനിവിടെ കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നു. സാക്ഷ്യം പറയാൻ വന്നു കഴിഞ്ഞപ്പോഴേ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലെന്നായി. ഞങ്ങൾ അഡ്മിറ്റായി. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു, എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിക്കത്തില്ലേ? അപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിസ്ചാർജായി ഇന്നലെ വന്ന് ഞങ്ങളിവിടെ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു. കാരണം ഇന്ന് എൻ്റെ റിന്യൂവലിൻ്റെ ദിവസമാണ്. 3 മാസം തികഞ്ഞ ദിവസമാണ്. അമ്മ വിചാരിച്ചു കാണും, നീ 1 തീയതി എന്തിനാ വന്നേ, 15 തീയതി റിന്യൂവൽ ചെയ്തിട്ട് നീ പോയാൽ മതി എന്ന് അമ്മ വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് 1 തീയതി സാക്ഷ്യം പറയാൻ പറ്റാതെ എനിക്ക് ഇന്ന് വരെയും വെയിറ്റ് ചെയ്ത് ഇന്നലെ ഡിസ്ചാർജായി. കറക്റ്റ് ഞങ്ങളാരും അവരോട് പറഞ്ഞതല്ല. ഇന്നലെ ഡിസ്ചാർജായി ഇന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയത്. ഇതെൻ്റെ ജീവിതത്തിലെ എനിക്ക് വേറെ എന്ത് കാര്യങ്ങൾ നടന്നു കിട്ടിയാലും ഞാൻ സന്തോഷിക്കില്ല. ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ വന്നൊരു സാക്ഷ്യം പറയാൻ. അമ്മ എനിക്ക് തന്ന ഈ സാക്ഷ്യങ്ങളെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ വിസിറ്റിങ്ങിന് പോകും. ഞാൻ അവിടെ വിസിറ്റ് ചെയ്ത് ഞാൻ ഓരോരുത്തരോടും ഞാൻ എന്തെങ്കിലും ഒരു 500 രൂപ കൊടുത്താൽ ഇല്ലെങ്കിൽ 100 രൂപ കൊടുത്താൽ പോലും ഞാൻ അവരോട് പറയും, ഇത് ഞാൻ തന്നതല്ല, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. അത് കർണാടകത്തിൽ ഒത്തിരി അവർക്ക് പറഞ്ഞാൽ അറിയത്തില്ല. ഇങ്ങനെ ഒത്തിരി ഹിന്ദുക്കൾ കൂടെയുള്ള സ്ഥലമാണ്. ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ ആരും ഉണ്ടാകത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ 2 3 ഒക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അവരോട് ഞാൻ പറയും, നിങ്ങൾ യേശുക്രിസ്തുവിനെ അറിയാവോ? ഇത് യേശുക്രിസ്തു തന്നതാണ് നിങ്ങൾക്ക്. ഡ്രസ്സില്ലാത്തവർക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നന്ദി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തരരുത്, യേശുക്രിസ്തുവിന് നന്ദി കൊടുക്കുക. യേശുക്രിസ്തുവാണ് നിങ്ങൾക്കിത് തന്നേ. ഞാൻ ആർക്ക് എന്ത് ചെയ്താലും ഞാനിങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ ഒരു നേരത്തെ ഭക്ഷണത്തിന്, കാരണം ഞങ്ങളുടെ ആ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ റിച്ചായ ഒരു പ്രദേശം, ഈ പാവങ്ങൾ ഇടയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ മാതാവേ ആരെങ്കിലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഒത്തിരി പേര് അങ്ങനെ കാണാൻ പറ്റി. എനിക്ക് പറ്റുന്ന പോലെ മാസം അവർക്കുള്ള ഫുഡ് ഐറ്റംസ് വീട്ടിലെത്തിക്കാനായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അതുപോലെ ഗവൺമെൻറ് ആശുപത്രി സന്ദർശിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പത്രം, ഞാനിവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന പത്രം ഓരോ വീടുകളിലും പോയി എനിക്കുണ്ടായ അനുഭവം പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചിലരത് സ്വീകരിക്കാറില്ല. പത്രം കൊടുക്കുമ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കളയരുത്, നിങ്ങൾക്ക് വേണ്ടേ തിരിച്ച് എൻ്റെ കയ്യിൽ തന്നെ തരണം എന്ന് പറഞ്ഞ് അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടേ തന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ, എൻ്റെ ഹസ്ബൻഡ് അഡ്മിറ്റായിരുന്ന ദിവസങ്ങളിൽ ഞാനിവിടെ ഇടയ്ക്ക് ഇവിടെ വന്നു ജസ്റ്റ് പ്രാർത്ഥിക്കാനായിട്ട്. കുറച്ച് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി ആ ഹോസ്പിറ്റലിലുള്ളവർക്ക് കുറേ പേർക്ക് കൊടുക്കാൻ പറ്റി. കുറേ പേര് മേടിച്ചിട്ട് തിരിച്ചു കൊണ്ടേ തന്നു. അവർക്കത് താല്പര്യമില്ല. പക്ഷേ ഒരിക്കലും കളയരുതെന്ന് പറഞ്ഞിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. ഇതുപോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ അനുഭവം പറഞ്ഞാണ് ഞാൻ അവർക്ക് കൊടുക്കാറ്. എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന, എനിക്ക് കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി
എൻ്റെ പേര് ജെസ്സി സോജൻ, കണ്ണൂർ ജില്ലയിൽ വായട്ടറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മയിൽ നിന്നും കിട്ടിയ അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ 12/9/2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ചേച്ചിയും ചേട്ടനും പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് ആദ്യമായി സാധിച്ചു കിട്ടിയത്. ഞങ്ങൾ വെള്ളത്തിന് വേനലായി കഴിയുമ്പോൾ വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴൽക്കിണറടിക്കാമെന്ന് തീരുമാനിക്കുകയും കുഴൽക്കിണറിന് സ്ഥാനം കാണുകയും സ്ഥാനം കണ്ടപ്പോൾ സ്ഥാനക്കാരൻ പറഞ്ഞു 260 മേളിലേക്ക് വെള്ളം നോക്കിയാൽ മതി, വെള്ളം സംശയമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അത് പറഞ്ഞെങ്കിലും വെള്ളം അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വെള്ളം കുഴൽക്കിണർ അടിക്കാൻ തുടങ്ങി. 80 അടിയിൽ വെള്ളം കണ്ടു. അപ്പോൾ ഇത് അടിക്കാൻ വന്ന സമയം മുതൽ തിരി കത്തിച്ച് വെച്ച് ഞാനും അമ്മയും കൊന്ത ചെല്ലുകയായിരുന്നു. കൊന്ത ചെല്ലി 4ാമത്തെ കൊന്ത തീർന്നപ്പോഴേക്കും ആണ് ഈ 80 അടിയിൽ വെള്ളം കണ്ടു എന്ന് പറഞ്ഞ് ചേട്ടായി കയറി വരുന്നത്. അപ്പോൾ ആ വെള്ളം കണ്ടതല്ലേ ഉള്ളൂ, വെള്ളം നന്നായി വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ലതായിട്ട് ചീറ്റി വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവർ ചോദിച്ചു ഇനി അടിച്ചുകൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അതടിച്ച് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ ഇനി അടിക്കണ്ടാന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞു വെള്ളം ഇനി ഒരിക്കലും പറ്റരുത്, അതിനുവേണ്ടി അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 130 അടി ആയപ്പോഴേക്കും നിലയ്ക്കാത്ത വെള്ളം കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇനി അടിക്കാൻ പറ്റത്തില്ല ചേട്ടാ, ഈ നാട്ടിലെ വെള്ളം മുഴുവൻ പറ്റിയാലും നിങ്ങളുടെ വെള്ളം പറ്റില്ല എന്ന്. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് 25 വർഷമായി എനിക്ക് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട്. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങിയത് 50 mgയുടെയാണ്. ഓരോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുമ്പോഴും 50 പോയി, 75 പോയി, 100 പോയി, 150 വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ തൈറോയിഡിനൊരു മാറ്റവും ഇല്ലായിരുന്നു. കിടന്നുറങ്ങാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചാടി എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഗുളിക കഴിച്ചാലും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്നിട്ട് ഒരിക്കൽ ഡോക്ടറെ എല്ലാ മാസവും പോയി മിക്കപ്പോഴും തന്നെ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 14 mg വലിപ്പത്തിൽ ഒരു മുഴയുണ്ട്, ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ അത്രയും നല്ലതെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് മംഗലാപുരത്തൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാം, ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുപോകാം, നമുക്ക് ഇന്ന ഡേറ്റിൽ 7 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടേ. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഓപ്പറേഷൻ റെഡിയായി നിങ്ങൾ വന്നേര് എന്ന് പറഞ്ഞാൽ വിട്ടേ. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് 7 ദിവസം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 1.5 മാസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടി പോയി നോക്കാമെന്നും പറഞ്ഞ് ചെന്നത്. അപ്പോൾ അന്നേരം അവർ ഗുളിക കണ്ടിന്യൂ ചെയ്യും, നമുക്ക് ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ഞാൻ 17 ദിവസത്തേക്കുള്ള ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 17 ദിവസം ഞാൻ ഗുളിക കഴിച്ചു കഴിഞ്ഞ് എന്നിട്ട് പിന്നെ ഗുളിക കഴിച്ചില്ല. ഞാൻ ഗുളിക നിർത്തി എന്നുള്ളത് മക്കളോടും പറഞ്ഞില്ല, എൻ്റെ ജീവിത പങ്കാളിയോടും ഞാൻ പറഞ്ഞിരുന്നില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ നിർത്തുക ചെയ്തേ. അപ്പോൾ ഗുളിക മേടിക്കണ കാര്യം പറയണേ. ഇപ്പോൾ ഇടയ്ക്ക് എന്നോട് ചേട്ടായി ചോദിച്ചു നീ ഗുളിക കഴിക്കണില്ലേ, മേടിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഗുളിക ഉണ്ട്, ഗുളിക മേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഈ തൈലം തൊട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മരുന്നോ ലേപന ഔഷധമോ അല്ല, ജീവിക്കുന്ന വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്ന ആ വചനം എപ്പോഴും ഞാൻ ഉരുവിടുമായിരുന്നു. അത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന്. അത് ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇത് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഉടമ്പടിയിൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയുമായിരുന്നു, മാതാവേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തൊന്ന് വരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ച് ഒരാഴ്ച കഴിയണേക്ക് മുമ്പ് തന്നെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് വന്ന് എന്നെ തട്ടി ഉണർത്തുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാൻ അന്നേരം ഉറക്കത്തിലാണെന്നുള്ള ബോധം എനിക്കില്ലായിരുന്നു. ഞാൻ കൈ തട്ടി മാറ്റുമോ മാതാവാണെന്ന് എനിക്ക് അപ്പോഴും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു. മാതാവ് നീല അങ്കി ഞാൻ കാണുകയൊക്കെ ചെയ്തു, നീല നിറത്തിൽ ഞാൻ കാണുകയൊക്കെ ചെയ്തു.
അന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞു, ചേച്ചിയോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാക്ഷ്യത്തിൽ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, നീ ആരോടും പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആരോടും പിന്നെ പറഞ്ഞില്ല. പിന്നെ ഞാൻ അങ്ങനെ മാതാവിനെ കണ്ടിട്ടുമില്ല, അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരിക്കാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ പറഞ്ഞു, എന്നോട് ചോദിച്ചു, ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നോർമലാണ്. 14 സെൻറ്റിമീറ്റർ എന്നുള്ളത് ഒരു കടുകുമണി പോലെ ചെറിയൊരു ഇതേ കാണുന്നുള്ളൂ, ഓപ്പറേഷനൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്നതാ ചെയ്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത് തമ്പുരാൻ എന്നെ ഒന്ന് തൊട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഡോക്ടറെ, മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് സാക്ഷ്യം പറയാനുള്ളതാണ്, ഞാൻ നേർന്നതാണ്, സാക്ഷ്യം പറഞ്ഞോളാന്ന്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ റിപ്പോർട്ടൊന്ന് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ റിപ്പോർട്ടും കൊണ്ടാണ് ഇന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്കിന്ന് മാതാവിൻ്റെ ഈ സന്നിധിയിൽ നിൽക്കാൻ ഞാൻ അനുവദിച്ചത്. മാതാവിന് 1000 നന്ദി പറയുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഓപ്പറേഷൻ വേണ്ട. അപ്പോൾ ഗുളിക കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗുളിക കഴിച്ചിട്ട് 2 വർഷത്തോളമായി, ഞാൻ ഗുളിക തൊടുന്നില്ല, കഴിക്കുന്നുമില്ല ഡോക്ടറെ. ഗുളിക കഴിക്കാതെയാണോ ഇത് മാറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഇത് ഗുളിക കഴിക്കാതെ തന്നെയാണ് മാറിയത്, ഞാൻ തൈലം തൊടുന്നുണ്ട് എന്നല്ലാതെ ഞാൻ ഗുളിക കഴിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഈ സന്നിധിയിൽ ഞാനിത് ഇപ്പോഴും ഞാൻ ഗുളിക ഒന്നും കഴിക്കുന്നില്ല, ഇനി ഞാൻ കഴിക്കുന്നുമില്ല. കാരണം തമ്പുരാൻ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ദിവസവും ഞാൻ കുർബാന മുടക്കാറില്ല, കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത, എനിക്ക് നടുവിന് പ്രശ്നമുള്ളതാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മരുന്ന് അങ്ങനെ കഴിക്കേണ്ടി വന്നു. മറ്റേത് എന്നും ആസ്പത്രിയിലായിരുന്നു, എന്നും അതെ, ഒന്നിക്കൊന്നരാടെ ഞാൻ ആസ്പത്രി കയറി ഇറങ്ങണമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഗുളികയൊന്നും കഴിക്കുന്നില്ല. ദേവാലയത്തിൽ പോകാൻ വിശുദ്ധ കുർബാന ആത്മാർത്ഥമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2ാമത് കുംസാരം 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ കുംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധസദനത്തിൽ പോയി മാതാപിതാക്കളോട് കൂടെ ഞാൻ സ്പെൻഡ് ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. തുണി കഴുകുക, റൂം അടിച്ചു വാരി തുടയ്ക്കുക, അവരെ കുളിപ്പിക്കുക, ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്, വൃദ്ധസദനത്തിൽ കൊടുക്കാറുണ്ട്, അല്ലാതെ ആസ്പത്രികളിൽ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പ്രാർത്ഥന മുടക്കാതെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട്. മറ്റേത് എനിക്ക് ഭയങ്കര അലസതയായിരുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറച്ചിലല്ലാതെ ആത്മാർത്ഥതയോടെ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. പിന്നെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപം കൂടുതലാണ്. ഒന്ന് പറഞ്ഞ് 2ാം വാക്കിനെ എടുത്തു ചാടും, ഈ കാര്യമൊന്നും ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യില്ല. ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് തൈറോയ്ഡുള്ളവർക്ക് ദേഷ്യം കൂടുതലാണ്. പക്ഷേ തൈറോയിഡിൻ്റെ ദേഷ്യമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഞാൻ ചോദിക്കുന്ന വഴിയൊന്നും ഞാൻ തമ്പുരാനോട് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അമ്മയുടെ വിശ്വാസം കണ്ടാണ് ഞാൻ വളർന്നതെങ്കിലും അമ്മയുടെ വിശ്വാസമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും എന്നല്ലാതെ അങ്ങനെ ആത്മാർത്ഥതയോടുള്ളൊരു പ്രാർത്ഥനയൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഈ കൊന്തയൊക്കെ ചെല്ലണ സമയത്താണെങ്കിലും എപ്പോഴും ഉറക്കം തൂങ്ങിയേ ചെല്ലുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ഈശോപ്പനും എൻ്റെ പേര് മിനി റെജി. ഞാൻ കോലഞ്ചേരിയിൽ പാങ്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ഡേറ്റ് 2019 ജനുവരി 2-ാം തീയതി ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം എൻ്റെ ഉടമ്പടിയിൽ കാശുരൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയും, പുതിയ കാശുരൂപം തരില്ല, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആദ്യമേ 2019 തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സാധിച്ച് കിട്ടിയിട്ടുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ നിയോഗം എഴുതി കൊടുക്കും, കിട്ടിയ കാര്യങ്ങൾ എഴുതി കൊടുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കാര്യമേ ഉള്ളൂ, അത് പിന്നെ നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, മാതാവേ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിയോഗം സാധിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് മാതാവിൻ്റെ ഈ അൾത്താരയിൽ കയറി നിന്ന ഒരു നിയോഗം എനിക്ക് സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് എന്നെ നിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമവും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പല പ്രാവശ്യവും ഞാൻ ഇവിടെ ഒന്നിങ്ങനെ ഉടമ്പടി എടുത്ത് പോകുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല. ഞാൻ സൗദിയിലായിരുന്നു, ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേരം NRIയിലായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തിരുന്നത്. ഞാനിവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു എപ്പോഴും വിഷമമായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി നിന്ന് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് ഉടമ്പടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരും ഇവിടെ അൾത്താരയിൽ കയറി ഇന്ന് സാക്ഷ്യം പറയുന്നു.
എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല, എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇല്ല, എന്നെ മാതാവ് അതിന് ഒരുക്കിയിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമാകുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോവും. പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്ത് എല്ലാം നടത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നടന്നു വരുമ്പോഴും ഞാൻ ഒരു 2-3 മാസം മുമ്പ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് 90 ദിവസത്തിനുള്ളിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ ഒരുക്കണം. എനിക്ക് മാതാവിൻ്റെ എല്ലാവർക്കും സാന്നിധ്യം, മാതാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നുണ്ട്. എനിക്കും അപ്പോൾ ഒരു സാക്ഷിയായി തീരുവാൻ എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. എനിക്കൊരു സാക്ഷ്യം പറയണം. ഇത്രയും വർഷമായി ഇനി എനിക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ എൻ്റെ ഹാർട്ടിൽ എൻ്റെ രാവിലത്തെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് അതിനകത്ത് മാതാവിൻ്റെ ഒരു നല്ല ഒരു ഹാർട്ട് ആ തിരിയിൽ തെളിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയിലും മാതാവിൻ്റെ ഹാർട്ട് രൂപം ശരിക്കും നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു വന്നു. ഞാനത് ഈ മൊബൈലിനകത്ത് ഞാൻ പകർത്തിയിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എനിക്ക് മാതാവിൻ്റെ ഹാർട്ട് അതിനകത്ത് തിരിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ ഇതിനകത്തൊരു അവർക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ അവരെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്കതിൽ ഭയങ്കര വിശ്വാസമായി. അത് കണ്ടതിന് ശേഷം പിള്ളേരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് രാവിലെ 5:30 അവർ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടേ അവർ സ്കൂളിൽ പോവുകയുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് 17-ാം തീയതി ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയി കഴിഞ്ഞ് ബ്ലീഡിങ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മാസം 7-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരിക്കലും ഞാൻ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ബ്ലീഡിങ് മാറ്റണ്ട. ഞാൻ ഉടമ്പടി പത്രത്തിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്ത മക്കൾക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാതെ തന്നെ മാതാവ് പലർക്കും ബ്ലീഡിങ് സ്റ്റോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുമല്ല, യേശുവമ്പുരാൻ നമുക്ക് രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവത്തെ നിർത്തിയ ദൈവം തമ്പുരാനാണ്, മാതാവാണ്. അപ്പോൾ മാതാവ് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരുന്നെടുക്കില്ല. എന്നിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഫോഴ്സ് കാരണം കൊണ്ട് ഞാൻ ഇന്ന് 7-ാം തീയതിയാണ്, ഈ മാസം 7-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നിരുന്നാലും ഡോക്ടർ തരുന്ന മരുന്ന് ഞാൻ കഴിക്കില്ല. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം ഡോക്ടറെ കാണാൻ പോയതിന് ശേഷം ഇതുവരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഡോക്ടർ എനിക്ക് ഒരു ഗുളിക തന്നു. ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ അടുത്ത ഒരു ഗുളിക കഴിക്കണം. ആ ഗുളികയും കഴിച്ചിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ആ ഗുളിക കഴിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നൊരു പരിശോധനയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവാണ് എൻ്റെ കൂടെയുള്ളത്. ഈ ഉടമ്പടി ഞാൻ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു മരുന്ന് കഴിച്ച് എൻ്റെ ബ്ലീഡിങ് നിൽക്കണ്ട, അത് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ലാബിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ മരുന്ന് എടുത്തില്ലേ, കഴിക്കണ്ടേ? ഡോക്ടർ മരുന്ന് അന്യായം വില കൊടുത്ത് പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു, നിനക്ക് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി മരുന്ന്. പക്ഷേ അത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാൻ ആ മരുന്നെടുക്കാൻ മറക്കുക എന്നുള്ളത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. അന്ന് വൈകുന്നേരം പറഞ്ഞു, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്നാൽ ഇന്ന് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കിടക്കാൻ നേരത്ത് വീണ്ടും മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ പോകാൻ നേരത്ത് ഹസ്ബൻഡ് ചോദിച്ചു, ഇന്നും മരുന്നെടുത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ മറന്നുപോയി. അപ്പോഴും ഞാൻ ഹസ്ബൻഡിനെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പവും ഇല്ല, എൻ്റെ ബ്ലീഡിങ്ങൊക്കെ 2 ദിവസം മുമ്പേ നിന്നു, എനിക്കൊരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല, വയറുവേദനയില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് ഒരു ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് മാതാവിൻ്റെ തൈലം മാത്രം മതി. ഞാനപ്പോൾ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം തൊട്ട് യൂട്രത്ത് വയറിൻ്റെ അടിവയറിൽ കുരിശിട്ട് വരയ്ക്കും. അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഏത് രോഗമാണെങ്കിലും നമ്മൾ അവിടെ വിശ്വാസപ്രമാണം ചൊല്ലി നമ്മൾ തൈലം കുരിശ് വരച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നമ്മളത് ചെയ്താൽ അവിടെ അമ്മ മാതാവ് പ്രവർത്തിക്കും.
എൻ്റെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി പോയാലും കിട്ടുന്ന അവസരങ്ങളിൽ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു യാക്കോബായക്കാരിയാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എനിക്ക് അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഞാൻ ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കും. കാരണം അച്ഛനും ഇവിടെ ജോമോൾ സിസ്റ്റർ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ എഴുതിയെടുത്ത് എൻ്റെ ഡ്യൂട്ടിയിലിരുന്ന് ഞാൻ ഡ്യൂട്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മൊബൈൽ മറച്ച് വെച്ചിരുന്നാണെങ്കിലും ഞാൻ ആ ഫുൾ ധ്യാനം അച്ഛൻ്റെ കൂടാൻ ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും. അവിടെ വെച്ച് ഞാൻ കൂടും. ഇല്ല എങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അരമണിക്കൂർ എനിക്ക് അതിന് കുറഞ്ഞു പോയാൽ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഞാനത് കേട്ട് അന്ന് തന്നെ തീർക്കും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മാതാവിൻ്റെ ഉടമ്പടിയിൽ പിന്തുടർന്ന് പോകുന്ന വ്യക്തി. എനിക്ക് അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പായി. മാതാവിൻ്റെ ഹാർട്ട് രൂപം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഓരോ കൊച്ചുങ്ങൾക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് തൈലം തൊട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിട്ട് വെഞ്ചിൽ വെള്ളം കൊടുക്കും. ഞങ്ങൾ എല്ലാവരും കഴിക്കും. രാത്രി ഞാൻ എല്ലാവർക്കും, അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാവർക്കും ഞാൻ തൈലം തൊട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി സായന പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് കൊടുക്കും. അതെല്ലാവർക്കും ഭയങ്കര വിശ്വാസം. ഒരു തുള്ളി തേനും ഞാൻ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ഉപ്പിട്ട് വെള്ളം ഞാൻ കൊടുക്കും, തേൻ കൊടുക്കും. അങ്ങനെ എല്ലാം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് പാലിച്ച് വൃത്തിയോടുകൂടി ഞാൻ ഉടമ്പടിയിൽ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് മാതാവിൻ്റെ ഒരു രോഗം മാറ്റാൻ ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്ര എനിക്ക് 3 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഇതുകൂടാതെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നിയോഗങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതി അച്ഛൻ എനിക്ക് പേപ്പറിനകത്ത് സൈനിട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, മാതാവേ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും, അച്ഛാ എനിക്കും, ഞാൻ അച്ഛനോട് മനസ്സുകൊണ്ട് പറയും, എന്നെയും ഒന്ന് ഒരുക്കണമേ, മാതാവിനോട് പ്രാർത്ഥിക്കണം അച്ഛാ, എനിക്കും മാതാവിൻ്റെ അൾത്താരയിൽ കയറി ഒരു സാക്ഷിയാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഈ അൾത്താരയിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് കഴിയണമേ എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എത്രയും നേരെല്ലാം കാര്യങ്ങളും വൃത്തിയായി ചെയ്തു പോന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് വൃത്തസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ മാസത്തിൽ വൃത്തസ്ഥാനത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ, എൻ്റെ അടുത്ത് വരുന്നവർ, ഞാൻ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെ വെച്ച് എൻ്റെ നേരെ കൈ നീട്ടിയാലും ഒരു മനുഷ്യനെ ഞാൻ വെറുതെ വിടൂല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുത്തിട്ട് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ക്യാൻസർ രോഗികൾ പലരും വന്നിട്ടുണ്ട്. അവർക്ക് തേനായിട്ടും ഉപ്പായിട്ടും മാതാവിൻ്റെ കാശുരൂപമായിട്ടും മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടാണെങ്കിലും ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. പലരും ഞാൻ കൊടുത്ത ഉപ്പൊക്കെ കഴിച്ചിട്ട് അവർക്ക് അസുഖം മാറിയിട്ട് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ക്യാൻസർ രോഗികൾ. അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് അവർക്ക് ഞാൻ പത്രമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പലരും അതിന് നെഗറ്റീവ് പറയും, പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. പലരും ചോദിക്കും, മാതാവിൻ്റെ പത്രമല്ല, ഞങ്ങൾക്ക് യേശുവിൻ്റെ പത്രമുണ്ടോ, ദൈവത്തിൻ്റെ പത്രം ഉണ്ടെങ്കിൽ താന്ന് പറയും. അങ്ങനെ അവരതിനകത്ത് അവർ പറയുന്നതിലൊന്നും നമ്മൾ അത് ഗവനിക്കാറില്ല. നിങ്ങൾക്ക് പത്രം വായിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക, ആരും പറയുന്നില്ല മേടിച്ചെടുക്കണമെന്ന്. ഇതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാം. നീട്ടിയ കൈ ഞാൻ തിരിച്ചു ഭരിക്കേണ്ട, നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഓരോ നല്ല രീതിയിൽ എന്നെ പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ മാക്സിമം മാതാവിന് വേണ്ട ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വളർന്നു വരുവാൻ ഞാൻ മുമ്പിലേക്കും എൻ്റെ മക്കൾക്കും നല്ല രീതിയിൽ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ സാക്ഷ്യമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയും ഞാൻ മാതാവിൻ്റെ ഒരു സാക്ഷിയായി തന്നെ മുമ്പിലേക്ക് പോകും. ഇനിയും എനിക്ക് കൂടുതൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയേറെ നന്മകൾ എനിക്ക് ഇത്രയെല്ലാം നിയോഗങ്ങൾ സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. 1000 നന്ദി. ഞാൻ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയോട് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ 11/5/22 ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ മോൾക്കൊരു ഗവൺമെൻറ് ജോലി, അതും കൂടെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മനോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ്, ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് എൻ്റെ മോൾക്ക് തരുവാണെങ്കിൽ ഞാൻ അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ കയറുമെന്ന് പറഞ്ഞു. പക്ഷേ അധികം വൈകാതെ തന്നെ എനിക്ക് അമ്മ അത് സാധിച്ചു തരികയും
ഞാൻ എൻ്റെ മോളെയും കൂട്ടി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിക. രണ്ട് കാര്യങ്ങളാണ് അമ്മ എനിക്ക് ഉടനടി തന്നത്. കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞും ഒരു ഗവൺമെൻറ് ജോലിയും കൂടെ, രണ്ടും ഒരുമിച്ചാണ് എനിക്ക് അമ്മ തന്നത്. അതുകൊണ്ട് ജോലിനെ പറ്റി മോള് പറയും. എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. എൻ്റെ ഒരു ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിച്ചൊരു കാര്യം തന്നെ. എനിക്ക് ആ മിറാക്കിൾ എനിക്ക് അത്രയും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ് എനിക്കിവിടെ അത് വന്ന് പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാനിവിടെ വന്ന് അത് സാക്ഷ്യമായിട്ട് പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുകളെല്ലാം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു വലിയൊരു ഡ്രീമായിരുന്നു അങ്ങനെ ഒരു ജോലി വേണം എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയിൽ നമ്മുടെ താൽക്കാലികമായിട്ട് കുറേ പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ കരിയർ പോകുമോ എന്നോർത്തൊരു ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഒരിടത്ത് ഇനി എൻ്റെ ലക്ഷ്യത്തിലെത്തില്ലേ എന്നോർത്ത് ഭയങ്കര ടെൻഷനിലും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതലും ഞാൻ അവർ പറയുന്ന രീതിക്ക് തന്നെ എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ അങ്ങനെ ഞാൻ ICICI ബാങ്കിൽ നിന്ന് അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് താൽക്കാലികമായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു 6 മാസത്തേക്ക്. അങ്ങനെ എന്നെ അമ്മയും അച്ഛനും നിർബന്ധിച്ച് എന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് എന്നെ ഈ 6 മാസത്തേക്ക് കയറ്റിയപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. എൻ്റെ കരിയർ എന്താ ഇവർ മനസ്സിലാക്കാത്തതെന്നുള്ളൊരു വിഷമമായിരുന്നു. അങ്ങനെ വീണ്ടും എനിക്ക് 6 മാസം താൽക്കാലികമായിട്ട് എനിക്ക് ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് ഓരോ എണ്ണമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെസ്യൂമെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് 6 മാസം എക്സ്പീരിയൻസ് ഉള്ളല്ലോ, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമല്ലോ, എവിടേക്കോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ, ഒരിടത്തും ഞാൻ എത്തണില്ലല്ലോ എന്നോർത്ത് വളരെ സങ്കടമായിരുന്നു. ഇവനെ ഡെലിവറി കഴിഞ്ഞ 2ാമത്തെ ദിവസം എനിക്ക് വീട്ടിൽ നിന്നൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇവൻ ഡെലിവറി ആയി 2nd ഡേ ആണ് വീട്ടിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ശനിയാഴ്ചയായിരുന്നു. അതായത് ഇവൻ തിങ്കളാഴ്ച ഡെലിവറി ആയി 5-ാം തീയതി ഞാൻ, അതായത് 5 ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ആ നോർമൽ ഡെലിവറി ആയിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആ കോട്ടയം വരെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയത്. എനിക്കറിയാമായിരുന്നു കിട്ടത്തില്ല എന്നുള്ള കാര്യം. ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് അവിടെ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. ഞാൻ വീട്ടിൽ പോലും ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോലും ആയിട്ടുണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. വളരെ ബുദ്ധിമുട്ടോടെയാണ് ഞാൻ അവിടെ പോയത്. കാരണം എൻ്റെ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും എനിക്ക് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്ലീഡിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പോയി. കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സ്വപ്നമായിരുന്നു, എൻ്റെ പോലും അല്ലെങ്കിൽ അവർക്കൊരു സ്വപ്നമായിരുന്നു അത് വേണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവിടെ എത്തി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു സെലക്ട് ചെയ്തിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ജോലിക്ക് കയറുന്നതിന് മുമ്പ് മെറ്റേണിറ്റി ലീവും കൂടി തരാം, മെറ്റേണിറ്റി ലീവ് എടുത്തോ നിങ്ങൾ, കാരണം നിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, നിൻ്റെയും കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് നിനക്ക് മെറ്റേണിറ്റി ലീവ് ഞങ്ങൾ തരികയാണ്. അത് കഴിഞ്ഞ് ഡിസംബർ, അതായത് 6 മാസം കഴിഞ്ഞ് ഡിസംബറിലാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട ജോലിക്ക്. അപ്പോൾ ഞാനിപ്പം മെറ്റേണിറ്റി ലീവിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മെറ്റേണിറ്റി ലീവ് തരാത്ത ആ സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നു, ഒത്തിരി ഞാൻ അപേക്ഷിച്ചായിരുന്നു അമ്മ മാതാവിനോടും യേശുവോടും എൻ്റെ ഭഗവാൻ കൃഷ്ണനോടും ഞാൻ അപേക്ഷിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നുള്ളത് എൻ്റെ വിഷമം അവർക്കറിയായിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് മെറ്റേണിറ്റി ലീവും തന്ന് അവസാനം എൻ്റെ ലൈഫിലൊരു എന്താ പറയുക ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് ജോലി നേടുകയും ചെയ്തു.
ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവള് പ്രസവിച്ച് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇനി ഒരു ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം എനിക്ക് കുഞ്ഞായി, PSC ഒക്കെ പഠിക്കാൻ ഇവർക്ക് കുഞ്ഞിനെ കൊണ്ട് ഇവർക്ക് പറ്റില്ല. അപ്പോൾ അത് ഒരിക്കലും ഇനി അത് നടക്കാൻ പോലെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ എല്ലാ മാസവും മുടങ്ങാണ്ട് ഉടമ്പടി എന്നെടുത്തോ അന്ന് ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പോണതാ. അല്ലാതെ ഇടക്കിട്ട് വന്ന ആളല്ല. ഞാൻ വന്ന് അതുപോലെ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നതിൻ്റെ തലേന്ന് എൻ്റെ ഉടമ്പടി ഡേറ്റ് എനിക്ക് പുതുക്കേണ്ട ഡേറ്റ് മാറിപ്പോലാന്ന് ചിന്തിച്ച് ഞാൻ തലേന്ന് തന്നെ ഇവിടെ വന്ന് നല്ല തിരക്കായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ ഒറ്റക്കിട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ രാവിലെ വരെ വന്നിട്ട് വൈകിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. പക്ഷേ അതിന് മുമ്പത്തെ പുതുക്കലോടുകൂടി ഞാൻ നിയോഗം ഞാൻ വെട്ടിക്കളഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് ഗവൺമെൻറ് ജോലി നീ തരണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. അങ്ങനെ ഞാനത് വെട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാനത് വെക്കാറില്ല. പക്ഷേ അമ്മ അത് ഒട്ടും നിസ്സാരമായി തള്ളിക്കളഞ്ഞു എൻ്റെ ആ ഒരിത്. എന്നിട്ട് അമ്മ എനിക്ക് അത്രയും സന്തോഷത്തോടു കൂടി ഈ ഒരു ജോലി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുഞ്ഞിനെ വരെ NICയിലോട്ട് അമ്മ ആക്കി എന്ന് പറയുമ്പോൾ ഈ 5 ദിവസമുള്ള കുഞ്ഞിനെയും കൊണ്ട് കോട്ടയത്ത് പോകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇവൻ ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് പ്രശ്നങ്ങളായിരുന്നു. അവിടെ ഒത്തിരി കഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എത്തി. അതിൻ്റെ കൂടെ കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അതിന് ആ മാതാവ് നേരത്തെ തന്നെ അതിനുള്ള വഴിയൊക്കെ ഒരുക്കി അവൻ NICയിലാക്കി. എല്ലാ കുഞ്ഞുങ്ങളെയും 2 ദിവസം കൊണ്ട് തന്നെ NICയിൽ നിന്ന് വിടുമ്പോഴത്തേക്ക് ഇവനാ ആ 5 ദിവസം വരെ അമ്മ അവിടെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ച്. ഞങ്ങൾക്ക് എത്ര ഹാപ്പി ആയിട്ട്, വേറൊന്നുമില്ല, അവൻ സുരക്ഷിതമാണല്ലോ. NICയിലാകുമ്പോൾ ഏത് കുഞ്ഞുങ്ങളും ഡോക്ടർമാരുടെ കൂടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് തിരിച്ച് അത് ചെയ്തിട്ട് വരാനും സാധിച്ചു. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന. അമ്മ എൻ്റെ ആദ്യം ഞാൻ വെട്ടിക്കളഞ്ഞെങ്കിലും അമ്മ അത് നല്ല രീതിക്ക് എനിക്ക് ഭംഗിയായിട്ട് ഒരു PSC പരീക്ഷ ഒന്നും എഴുതാതെ തന്നെ ഒരു ഇൻ്റർവ്യൂവിലൂടെ മാത്രം ഒരു ഗവൺമെൻറ് ജോലി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അമ്മ മാതാവ് ഇടപെടാണ്ട് നമുക്കത് കിട്ടില്ല. അത് തീർച്ചയുള്ള കാര്യമാണ്. അപ്പം അമ്മ തന്നെയാണ് എനിക്ക് എൻ്റെ കയ്യിലോട്ട് അത് വെച്ച് തന്നത്. ഞാൻ എന്താഗ്രഹിച്ചോ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്താഗ്രഹിച്ചോ അതെനിക്ക് എൻ്റെ അമ്മ എൻ്റെ കയ്യിലോട്ട് നീ എടുത്തോ എന്നുള്ള രീതിയിലാണ് എൻ്റെ കയ്യിലോട്ട് അത് വെച്ച് എനിക്ക് തന്നത്. അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി. ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഉടമ്പടി എടുത്തും എൻ്റെ ജീവിതം അതിലൂടെ തന്നെ പോകും. പിന്നെ എനിക്കൊരു 2-3 രോഗസൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് മോളെ പ്രസവിച്ചിട്ട് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ സ്റ്റിച്ച് ഒരു 10-20-22 വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ എപ്പോഴും പൊട്ടിയും ഒലിച്ചിങ്ങനെ ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഓയിൽമെൻറ്റും മരുന്നും കഴിച്ച് ഞാൻ മതിയായി. അത് പെരട്ടി കഴിയുമ്പോൾ കുറയും, പിന്നെയും പഴയത് അതുപോലെ തന്നെ വരും. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം ആ ഭാഗത്ത് തേച്ച് പെരട്ടിയതിൻ്റേതായിട്ട് ഇപ്പോൾ എനിക്ക് 1 കൊല്ലമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ഒന്നും എനിക്കില്ല. അതെനിക്ക് എൻ്റെ അമ്മ തന്നെ എനിക്ക് മാറ്റി തന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ ഞാൻ നടന്നിട്ടുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളം ഞാനും ഹസ്ബൻഡും കുടിക്കും. അതിൽ എന്നും ഈ 3 കൊല്ലം മുടങ്ങാതെ ഞാൻ ആ ഉപ്പിട്ടാണ് ആ വെറും വയറ്റിൽ ഞാൻ വെള്ളം കുടിക്കുന്നത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അമ്മ എനിക്ക് 3-4 ടാബ്ലറ്റിലാണ് ഞാൻ എൻ്റെ ഗ്യാസ് ട്രബിൾ ആ രോഗം ഞാൻ കൊണ്ടുനടന്നത്. ആ നിർത്തി ഇപ്പോൾ 1 കൊല്ലമായിട്ട് ഞാൻ ഒരു ടാബ്ലറ്റ് പോലും ഞാൻ എടുക്കുന്നില്ല. അതാണ് സത്യം. പിന്നെ എന്ന് വെച്ചാൽ അപ്പം അതങ്ങനെ. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് യൂട്രസ് സംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലീഡിങ് ആയിരുന്നു. ഒരു പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എനിക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഞാൻ അത് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്ത് ഇറങ്ങണ സമയത്ത് എനിക്കത് പറ്റുന്നില്ല. ഇവിടുത്തെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ ആ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് ഞാൻ പോയത്. അത്രയ്ക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി സ്ഥലത്തും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ബ്ലീഡിങ് കൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ഡോക്ടർമാരെ അപ്പോഴും കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് തുടങ്ങുന്ന സമയത്ത് തന്നെ 3 ടാബ്ലറ്റ് ഒരു ദിവസം വെച്ച് കഴിക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഈ ടാബ്ലറ്റിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ആണ്. അപ്പോൾ ജോലി സ്ഥലത്തും എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ജോലി എടുക്കുന്നിടത്ത് ഇതുപോലെ തന്നെ തൊട്ടടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ്. ഞാൻ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം മുമ്പേ തൊട്ട് പറയുന്നതാണ് സിസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ഡോക്ടർ സ്കാൻ ചെയ്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് ഓപ്പറേഷൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ള രീതിയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് മോള് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കണേന് 2 മാസം കഴിഞ്ഞ് അവളുടെ ഡെലിവറിയാണ്. എനിക്ക് പറ്റില്ല ഓപ്പറേഷൻ ചെയ്ത് ഞാൻ കിടന്ന് അവളുടെ കാര്യം ആര് നോക്കും. ഞാൻ എന്തായാലും ഉടമ്പടി പുതുക്കാൻ വന്ന ആ ദിവസം ഞാൻ ആ സ്കാൻ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്നു ഞാൻ ആ ഫ്രണ്ടിലിരിക്കുന്ന മാതാവിനെ ഞാൻ വെച്ചിട്ട് ഞാൻ ആ സ്കാൻ റിപ്പോർട്ട് അപ്പോൾ ഉടമ്പടി എടുക്കുന്ന
അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ഇതൊക്കെ മാതാവിന് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാനിതെടുത്തേച്ചും വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ് എൻ്റെ മോളുടെ ഡെലിവറി 2-3 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ ബ്ലീഡിങ്ങുമായിട്ട് സർജറിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തന്നോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. മോളെ ഡെലിവറി ആണ സമയത്ത് എനിക്ക് അവിടെ വെച്ച് പീരിയഡ്സ് ആയെങ്കിലും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായിട്ടായിരുന്നു. അപ്പം ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ വരെ എനിക്കൊരു 3-4 മാസമായിട്ട് എനിക്ക് അങ്ങനൊരു സംഭവമേ ഇല്ല. ഞാൻ നല്ലൊരു മരുന്നിൻ്റെ ആവശ്യമില്ല, ഒന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതും എനിക്കൊരു രോഗസൗഖ്യമാണ്. പക്ഷെ ഞാൻ അടിവയറ്റിലാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, മാതാവേ യൂട്രസ് സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും അതുപോലെ ഗർഭിണികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ എങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ മൈഗ്രെയിൻ ആണെങ്കിലും ശരി നെറ്റിക്ക് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടേ അത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചെന്നാൽ ഞാനിങ്ങനെ കുറച്ച് മക്കളിങ്ങനെ അനാഥരായ മക്കളുണ്ട്. അവിടെ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഞാൻ പല പ്രാവശ്യമായിട്ട് അവർക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പല പ്രാവശ്യം എനിക്ക് അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഭക്ഷണം അവർ ഏർപ്പെടുത്തും കൊണ്ടുപോയി കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ആ മക്കളുടെ കൂടെ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് തന്നെ. അപ്പോൾ ഇവൾ 8 മാസം ആയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് അന്ന് എനിക്കൊന്ന് ചെയ്യണം, മോളും സുഖമില്ലാണ്ടിരിക്കണേല്ലേ, എന്നാൽ ചെയ്തേക്കാമെന്ന് കരുതി ഞാൻ അവിടെ ഭക്ഷണം മക്കളെ ഏൽപ്പിച്ചു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും മോളുടെ ഭർത്താവും എല്ലാവരും കൂടെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടാലും നമുക്ക് സത്യത്തിൽ ചെറിയ മക്കളാണ് അവിടെയുള്ള 100 മക്കളുണ്ട്, കുഞ്ഞുമക്കൾ. അത് 2 വയസ്സുള്ളതും ഒക്കെ ഉണ്ട്. അതുങ്ങൾക്കൊക്കെ ഭക്ഷണം വാരി കൊടുത്ത് അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ഒപ്പം ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്കിവിടെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു അമ്മയും അച്ഛനെയും 10-85 വയസ്സും 75 വയസ്സും ഒക്കെ ഉള്ള അച്ഛനും അമ്മയാണ്. മക്കളൊക്കെ നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അന്നോട്ട് ഞാൻ അവർക്കൊരു സഹായമാണ്, കുളിപ്പിച്ചു കൊടുക്കാനും അവരുടെ വസ്ത്രം അലക്കി കൊടുക്കാനും. ഇപ്പോഴും ഞാനത് തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ നല്ലൊരു പ്രാർത്ഥനയുള്ള അമ്മയാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴിയും പിന്നെ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പോഴാണെങ്കിലും ശരി, തുച്ഛമായ ശമ്പളമാണെങ്കിലും അതിൽ നിന്നൊരു വിഹിതം ഞാൻ ആർക്കാണെങ്കിലും ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോഴല്ലേ, എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. ദൈവകുമാരനും